ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ റമളാൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിലേക്ക് ആരാധന കൊണ്ട് നമ്മൾ അടുക്കുന്ന ഒരു സമയമാണ്. അള്ളാഹു അവൻ്റെ പൊരുത്തം കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന് കൃത്യമായ അടുക്കും ചിട്ടയും ഉണ്ടാവേണ്ടതുണ്ട്. ആ അടുക്കും ചിട്ടയും നമ്മെ പരിശീലിപ്പിച്ചത് സയ്യിദുൽ ഉമ്മ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബുൽ-ആലമീനായ അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയും ആ ഖുർആനിലൂടെ എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അള്ളാഹു അവതരിപ്പിക്കുകയും ചെയ്തു. പടച്ച റബ്ബ് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അവൻ്റെ അനുഗ്രഹങ്ങളെ നമുക്ക് എണ്ണി ക്ലിപ്തപ്പെടുത്താനോ കണക്കാക്കാനോ സാധ്യമല്ല. അത്രയും അനുഗ്രഹം കരുണാവാരിധിയായ റബ്ബുൽ-ആലമീൻ നമുക്ക് തന്നു. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കുന്നുവെങ്കിൽ അതിനെ നിങ്ങൾക്ക് ക്ലിപ്തപ്പെടുത്താൻ കഴിയുകയില്ല. അത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബുൽ-ആലമീനായ അള്ളാഹു ചെയ്തു തന്നു. ആ അനുഗ്രഹങ്ങൾക്കൊക്കെയും നന്ദി ചെയ്തു ജീവിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓരോ അവയവങ്ങളിലേക്കും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ എന്തെല്ലാം അള്ളാഹു നമുക്ക് തന്നു. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച. നമ്മുടെ കാഴ്ചയെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഉപയോഗിക്കാൻ നമുക്കാവണം. നമ്മുടെ കണ്ണിനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഹുവല്ലദീ അൻശാക്കും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ. റബ്ബുൽ-ആലമീനായ അള്ളാഹുവാണ് നിങ്ങളെ ഉണ്ടാക്കിയവൻ. ആ അള്ളാഹു നിങ്ങൾക്ക് കാഴ്ചയെയും കേൾവിയെയും ആക്കിത്തന്നു എന്ന് ഖുർആൻ പറയുന്നു. കാഴ്ചയെ, കേൾവിയെ റബ്ബുൽ-ആലമീനായ അള്ളാഹു വലിയ അനുഗ്രഹമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും. നിങ്ങളുടെ മാതാക്കളുടെ വയറ്റിൽ നിന്ന് റബ്ബുൽ-ആലമീനായ അള്ളാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ലാ തഅലമൂന ശൈഅൻ, നിങ്ങൾക്കൊന്നിനെക്കുറിച്ചും അറിയുമായിരുന്നില്ല. അങ്ങനെയാണ് റബ്ബുൽ-ആലമീൻ നിങ്ങളെ മാതാക്കളുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ അള്ളാഹുവാണ് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. ആ അള്ളാഹുവാണ് നിങ്ങൾക്ക് കാഴ്ചയെ, കേൾവിയെ, ഹൃദയത്തിനെ ആക്കിത്തന്നത് എന്ന് ഖുർആൻ പറയുന്നു. വ്യത്യസ്ത അനുഗ്രഹങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പലയിടങ്ങളിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാഴ്ചയുടെ അനുഗ്രഹത്തെക്കുറിച്ച് നാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കാഴ്ചയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം അപകടങ്ങളിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാനാവുന്നുണ്ട്. യാഥാർത്ഥ്യങ്ങളെ കാണാനും തിരിച്ചറിയാനും അയാൾക്ക് കഴിയുന്നു. ആ കാഴ്ചയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബുൽ-ആലമീനായ അള്ളാഹുവിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്ന് തുടങ്ങി വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? ആ ഒട്ടകത്തിലേക്ക് നോക്കിയാൽ എന്തെല്ലാം അത്ഭുതം നിങ്ങൾക്ക് ആ ജീവിയിലൂടെ ദർശിക്കാനാവും. ഭൂമിയിലേക്ക്, ആകാശത്തിലേക്ക്, പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അത് അള്ളാഹു തന്ന കണ്ണ് എന്ന് പറയുന്ന, കാഴ്ച എന്ന് പറയുന്ന അനുഗ്രഹം, അതിനെ നിങ്ങൾ തിരിച്ചറിയുകയും അതിനെ പ്രയോഗിക്കേണ്ടതുപോലെ പ്രയോഗിക്കുകയും ചെയ്താൽ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് തീർച്ചയായും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നതാണ്. സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആശയം
പലയിടങ്ങളിലായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിലേക്ക് ചിന്തിക്കുന്ന മനസ്സും അള്ളാഹുവിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ആലോചനകളും നമ്മുടെ അടുക്കൽ നിന്നുണ്ടാവണം. അറാബിയായ മനുഷ്യൻ സൃഷ്ടാവായ അള്ളാഹുവിനെ തിരിച്ചറിയുന്ന വർത്തമാനം കാണാം. അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ, ഒട്ടകത്തിൻ്റെ കാഷ്ടം ഒട്ടകമുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കും. വഅസറുസൈരി, ഒട്ടകം നടക്കുന്ന ആ നടന്നുപോയ സഞ്ചാരപാത, യദുല്ലു അലൽ മസീർ, ഒട്ടകം നടന്നിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കും. ബുർജുകളുടെ ആകാശങ്ങളെക്കുറിച്ച് അറാബി പറയുന്നു, വസ്സമാ ഉദാത്തു അബ്രാജിൻ, രാശികളുടെ ആകാശം, തട്ടുതട്ടുകളായി നിൽക്കുന്ന ഭൂമി, ആ ഭൂമിയൊക്കെ, ഈ ആകാശവും ഭൂമിയുമൊക്കെ അഫലാ തദുല്ലു അലൽ ലത്തീഫുൽ ഖബീർ, ലത്തീഫുൽ ഖബീറായ പരമനിരീക്ഷകനായ സൂക്ഷ്മ നിരീക്ഷകനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നില്ലേ എന്ന് അറാബിയായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഉപകാരത്തെയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. കണ്ണിൻ്റെ ധർമ്മം അത് കൃത്യമായും അള്ളാഹുവിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതാവണം, അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതാവണം. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, ലാ യലിജുന്നാറ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ ഒരു മനുഷ്യനും, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ ഭയന്നുകൊണ്ട്, റബ്ബിൻ്റെ ഇഖാബിനെ, ശിക്ഷയെ ഭയന്നുകൊണ്ട് പേടിച്ച ഒരു മനുഷ്യനും ഒരിക്കലും നരകത്തിൽ കടക്കുകയില്ല. അകിടിൽ നിന്ന് കറന്നെടുത്ത പാൽ ആ അകിടിലേക്ക് തിരിച്ചു പോവാത്തതുപോലെ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരു മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ കടക്കേണ്ടി വരില്ല എന്നാണ് സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. കണ്ണിനെ ശരിയായ വഴിയിൽ നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട്. നമ്മുടെ കണ്ണീരിന് വലിയ വിലയുണ്ട്. അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നാണ് ആ കണ്ണിൽ നിന്ന് കണ്ണീരൊലിച്ചത് എങ്കിൽ തീർച്ച അത് വിജയത്തിൻ്റെ വഴിയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ 7ാമത്തെ വിഭാഗമായി അഷ്റഫുൽ ഖൽക്ക് പരിചയപ്പെടുത്തിയത് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാഹ്, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ഫഫാദത്ത് ഐനാഹ്, അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകിയിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കണ്ണുകൾ നരകത്തിൽ കടക്കുകയില്ല. ഒരു കണ്ണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കണ്ണീരൊലിച്ച കണ്ണാണ്, അള്ളാഹുവിനെ പേടിച്ചതിൻ്റെ പേരിൽ കരഞ്ഞ കണ്ണാണ്. മറ്റൊരു കണ്ണിനെ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവലിരിക്കുന്ന കണ്ണാണ്, അഥവാ സസൂക്ഷ്മം കാര്യങ്ങളെ വീക്ഷിച്ച കണ്ണാണ്. ആ കണ്ണ് നരകത്തിൽ കടക്കുകയില്ലെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഒരു വേള അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിൻ്റെ നബിയെ, അവിടത്തേക്ക് ഞാൻ എങ്ങനെ ഖുർആൻ പാരായണം ചെയ്തു തരാനാണ്? അങ്ങേക്കല്ലേ അള്ളാഹു വിശുദ്ധ ഗ്രന്ഥത്തെ ഇറക്കിയത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കാനുള്ള പൂതിയാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂറത്തുൻ നിസാഇനെ ഞാൻ ഓതിക്കൊടുത്തു. ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ എന്ന ആയത്തെത്തിയപ്പോൾ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക്കൽ ആൻ, ഇപ്പോൾ മതി, ഇപ്പോൾ മതി എന്ന് പറയുകയും അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുമ്പോൾ തിരുനബിയുടെ കണ്ണുകളിൽ നിന്ന്
കണ്ണീരൊലിക്കുന്നത് കണ്ടു എന്നും അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, അങ്ങ് നരകത്തെക്കുറിച്ച് പറയുമ്പോൾ കരയാറില്ലല്ലോ, പിന്നെന്താണ് ഖബർ കാണുമ്പോഴേക്ക് അങ്ങ് കരയുന്നത്? ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആഖിറത്തിൻ്റെ വീടുകളിലെ ഒന്നാമത്തെ വീട് ഖബറാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോർത്താണ് ഞാൻ കരയുന്നത്. ആഖിറത്തിലേക്കുള്ള പ്രവേശനത്തിൽ ഒന്നാമത് കടക്കുന്ന ഖബറിൽ രക്ഷപ്പെട്ടാൽ അയാൾ വിജയിച്ചു, അല്ലെങ്കിൽ പരാജയപ്പെട്ടു. അതാലോചിച്ചാണ് ഞാൻ കരയുന്നത് എന്ന് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് തന്ന കാഴ്ച എന്ന് പറയുന്ന അനുഗ്രഹം ഒരിക്കൽ പോലും നമുക്ക് നാശമാവാൻ പാടില്ല. അതിൻ്റെ പേരിൽ നാം ഖേദിക്കേണ്ട ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ കരുതലിൻ്റെ വഴിയെ, ജാഗ്രതയുടെ വഴിയെ ഓർമ്മപ്പെടുത്തി. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. തിരുനബിയെ അവിടുന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കണം, അവർക്ക് ആശയങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ പൂട്ടണം, നിഷിദ്ധമായ കാഴ്ചകൾ കാണരുത്. നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യ ഭാഗങ്ങളെ സംരക്ഷിക്കണം. അള്ളാഹു ഹറാമാക്കിയ മാർഗത്തിലൂടെ അവകളെ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. ദാലിക അസ്കാലഹും. തിരുനബിയെ അവിടുന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മാത്രം കണ്ണിനെ ഉപയോഗിക്കുക, എല്ലാ അവയവങ്ങളെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലൂടെ മാത്രം ഉപയോഗിക്കുക. അതാണ് ഏറ്റവും സുരക്ഷിത മാർഗം, അതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് നബിയെ അവിടുന്ന് പറഞ്ഞു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ റബ്ബുൽ ആലമീനായ അള്ളാഹു പറഞ്ഞു തരികയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന. മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് അവരുടെ കണ്ണുകളെ പൂട്ടാൻ നബിയെ തങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം. വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊണ്ട് മനുഷ്യർക്ക് ബോധനം നൽകുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ കാണുന്ന സാഹചര്യങ്ങളെ മനുഷ്യരിൽ നിന്ന് നിർമാർജനം ചെയ്യാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ഹദീസിൽ കാണാൻ പറ്റും, ഇയ്യാക്കും വൽ ജുലൂസ ഫി തുറുഖാത്ത്. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, വഴികളിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അനിവാര്യഘട്ടത്തിൽ വഴികളിൽ നിങ്ങൾ ഇരിക്കേണ്ടി വന്നാൽ തന്നെയും വഴികൾക്ക് നിങ്ങളതിൻ്റെ ബാധ്യതയെ കൊടുക്കണം, അതിൻ്റെ ഹക്ക് അതിനോട് നിങ്ങൾ വീട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുല്ലുൽ ബസർ, കണ്ണിനെ പൂട്ടിക്കളയലാണ്. കഫുൽ അദാ, തടസ്സങ്ങളെ പ്രതിരോധിക്കലാണ്. റദ്ദുസ്സലാം, ജനങ്ങൾക്ക് സലാം അടക്കലാണ്. അൽ അംറു ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുങ്കർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യലാണ്. വഴിയിൽ നിങ്ങളിരിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഹറാമായൊരു കാഴ്ച കാണുന്ന ഒരു ഘട്ടം നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പെട്ടെന്നുള്ള നോട്ടത്തെക്കുറിച്ച്, കാഴ്ചയെപ്പറ്റി ചോദിച്ചു. ഹറാമായൊരു കാഴ്ചയിലേക്ക് ഒരാളുടെ കണ്ണ് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം, അത്തരം ഘട്ടത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ടവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചപ്പോൾ ഫഅമറനി അൻ അസ്രിഫ ബസ്വരി, എൻ്റെ കാഴ്ചയെ തിരിച്ചുവിടാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് നിർദ്ദേശം തന്നു എന്ന് ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കണ്ണുകൾ മറച്ചു വെക്കുന്ന, കട്ടുനോക്കുന്ന, മറ്റാരും കാണുന്നില്ലെന്ന് വിചാരിച്ച് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഹറാമിലേക്ക് നോക്കുന്ന ചിലരൊക്കെ ഉണ്ടാകും. ആരും കാണുന്നില്ല എന്ന എന്ന ബോധത്തോടു കൂടെയാണ് അവർ നോക്കുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നത് യഅലമു ഖായിനത്തൽ അൻഫുസി വമാ തുഖ്ഫിസ് സുദൂർ, യഅലമു ഖായിനത്തൽ അയുനി, നിങ്ങളുടെ കണ്ണുകൾ സ്വകാര്യമായി നോക്കുന്ന ചില കാര്യങ്ങൾ റബ്ബുൽ ആലമീനായ അള്ളാഹു അത് അറിയും. നിങ്ങളുടെ ഹൃദയങ്ങൾ മറച്ചു വെച്ചത് റബ്ബുൽ ആലമീനായ അള്ളാഹു അറിയുമെന്ന്
വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് എങ്ങനെയാണ് കണ്ണുകളെ സൂക്ഷിക്കാൻ കഴിയുക, ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് കണ്ണുകളെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ബിഇൽമിക, നീ അറിയൽ കൊണ്ടാണ്. അന്ന നളറല്ലാഹി ഇലൈക അസ്ബഖു ഇലാ മാ തൻദുറുഹു, നീ ഏതൊന്നിലേക്കാണോ നോക്കുന്നത് ആ നോക്കുന്നതിലേക്ക് നിൻ്റെ നോട്ടമെത്തുന്നതിന് മുമ്പ് റബ്ബുൽ ആലമീനായ അള്ളാഹു നിന്നിലേക്ക് നോക്കുന്നുണ്ട് എന്ന് നീ അറിയൽ കൊണ്ടാണെന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. നോട്ടമെന്ന് പറയുന്നത് പിശാചിൻ്റെ വിഷം പുരട്ടിയ അമ്പുകളിൽപ്പെട്ട അമ്പാണ് എന്നും വളരെ ജാഗ്രതയോടുകൂടെയാണ് നമ്മളതിനെ സമീപിക്കേണ്ടത്. അള്ളാഹു നിഷിദ്ധമാക്കിയതിലേക്ക് നമ്മുടെ കാഴ്ച നോട്ടം എത്തിപ്പെടാൻ പാടില്ല. മറ്റൊരാൾ എന്താണ് എഴുതുന്നത്, അല്ലെങ്കിൽ അയാൾ എന്താണ് ചാറ്റ് ചെയ്യുന്നത്, അത് നോക്കി മറ്റൊരാളുടെ സമ്മതമില്ലാത്ത ഒന്നിലേക്ക് നമ്മൾ നോക്കുന്ന സാഹചര്യമുണ്ടാവാൻ പാടില്ല. അന്യ സ്ത്രീകൾ, അമ്രതുകളായ കുട്ടികൾ, അങ്ങനെയുള്ള നിഷിദ്ധമായ നോട്ടങ്ങൾ നമ്മൾ പലപ്പോഴും മൊബൈലുകളിൽ ധാരാളം വീഡിയോകൾ കാണുന്നവരാണ്. വളരെ ശ്രദ്ധയുണ്ടാവണം. അള്ളാഹു അനുവദിച്ചതേ നമുക്ക് പറ്റൂ, അള്ളാഹു നിഷിദ്ധമാക്കിയത് നമുക്ക് നിഷിദ്ധമാണ്. ആ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊണ്ടുപോകണം. അർഹമുറാഹിമീനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാൻ്റെ പൊരുത്തം കിട്ടുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.